ദാമ്പത്യം എന്ന അപരിചിതത്വം ഞങ്ങളെ പതിയെ വിഴുങ്ങി തുടങ്ങി. ഒന്നും ആവശ്യപ്പെടാതെ ഞാനും ഒന്നും ചോദിക്കാതെ ശരത്തും ദാമ്പത്യം എന്ന മരണക്കിണറിൽ വണ്ടിയോടിച്ച് കളിച്ചു. മെയ്വഴക്കം കുറയുമ്പോൾ അപകടം പറ്റുമെന്ന് ഉറപ്പോടെ വിവാഹമോചന പെറ്റീഷനിൽ ഒപ്പിടാൻ നേരം വക്കീൽ ചോദിച്ചു, മദ്യപാനം സ്ഥിരമില്ല, പരസ്ത്രീ ബന്ധം അറിയില്ല, ഗാർഹിക പീഡനം ഇല്ല, പിന്നെന്താണ് കാര്യം? ആത്മാവിനെ കൊന്നു. അതിന് ഹിന്ദു മാരേജ് ആക്ടിൽ വകുപ്പില്ല മേഡം. എന്നാൽ അത് എഴുതി ചേർക്കണം. ആത്മാവിനെ കൊല്ലാൻ വളരെ എളുപ്പമാണ്. നിലവിളിക്കില്ല, രക്തം പൊടിയില്ല, പോലീസ് കേസെടുക്കില്ല, കോടതി വ്യവഹാരങ്ങളില്ല, മാധ്യമ വിചാരണയുമില്ല. ആ കൊലയ്ക്ക് അവഗണന എന്ന ആയുധം തന്നെ ധാരാളം, മൗനം തന്നെ ധാരാളം. ഒരു മുറിയിൽ രണ്ട് ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അപൂർവത, ചില സമർപ്പണങ്ങൾ, ചില കടമകൾ, സദാചാരത്തിൻ്റെ വിശുദ്ധ പശുക്കൾ. എന്നിട്ട് തുരുമ്പിച്ചൊരു പേര് നൽകും, ജീവിതം. ജീവിതം ഇങ്ങനെയാണ് പോലും. ഇത് ഭദ്രയുടെയും ശരത്തിൻ്റെയും മാത്രം കഥയല്ല, അനേകം മനുഷ്യരുടെ കഥയാണ്.